ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടേക്കാണ് വന്നേക്കണേന്ന് അറിയോ? ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഷോപ്പാണ് കേട്ടോ, ആശ സ്വീറ്റ് സെന്റർ. പണ്ട് മുതൽക്കേ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഷോപ്പാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇന്ദിരാനഗറിലുള്ള ഔട്ട്ലെറ്റിലാണ് കേട്ടോ. നമ്മുടെ ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷനില്ലേ, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ സ്വീറ്റ് സെന്റർ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ണ് തള്ളി പോട്ടോ, അത്ര പെരുത്ത് വെറൈറ്റീസ് ആണ്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. സ്വീറ്റ് ഷോപ്സ് എല്ലാം നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വെറൈറ്റിയിലുള്ള സ്വീറ്റ്സുകൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ വരാണെങ്കിൽ ഇന്ദിരാനഗറിലുള്ള ഔട്ട്ലെറ്റിൽ തന്നെ വരണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം വലിയൊരു ഔട്ട്ലെറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് മേലെ ഡൈനിങ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ സ്ട്രോബെറി ഇതൊക്കെ നല്ല രസമല്ലേ? ഇതിന്റെ പേര് കണ്ടോ, ബദാം സ്ട്രോബെറി എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് എടുത്ത് കഴിക്കണം എന്ന് തോന്നും. ഒത്തിരി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അതല്ല ഗൈസ്, ബാംഗ്ലൂർ ഏറ്റവും ഫേമസ് സ്വീറ്റ് ഷോപ്പ് ഏതാന്ന് ആരോട് ചോദിച്ചാലും ആശാ സ്വീറ്റ്സ് തന്നെയാണ് കേട്ടോ പറയുന്നത്. റഫീസിന്റെ ഒരു നീണ്ട വെറൈറ്റീസ് തന്നെ ഉണ്ട് കേട്ടോ. ഒരു വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? വിചാരിച്ചു മാങ്ങയായിട്ട് എന്തോ ഫ്ലേവറാണ്, പക്ഷെ അതല്ല കേട്ടോ, ബദാം ഹൽവയാണ്. ഇത് കണ്ടോ, ബേർഡ്സ് നെസ്റ്റ് കുനാഫ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്? ഇവരെ പ്രത്യേകത വെറൈറ്റീസ് ആണ് കേട്ടോ. സ്വീറ്റ് ഷോപ്സിലൊന്നും അങ്ങനെ കാണാത്ത വെറൈറ്റീസ് ആണ് കേട്ടോ ഇവിടെയൊക്കെ കാണുന്നത്. സ്വീറ്റ് കണ്ടോ, ഫുൾ ആൽമണ്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ? ഈ യെല്ലോ കവറിലുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ, അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ബട്ട് ഈ സ്ട്രോബെറി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഡ്രൈ ഫ്രൂട്ട് ഗുലാബ് ലഡു പെറ്റൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിലെ കാജു കാരമൽ, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും തിന്നാൻ പറ്റുമെന്ന് തോന്നണല്ലോ കേട്ടോ. കാരമൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി മധുരമുള്ളത് കഴിക്കാൻ പറ്റൂല. ഇത് നോക്കി, ആൽമണ്ട് മിൽക്ക് ലഡു, ഇതൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, അഞ്ചീർ കട്ട്ലറ്റ്, ഇത് ഫിഗ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അതും കൊള്ളാല്ലേ കാണാനായിട്ട്? കണ്ടോ, ഷുഗർ ഫ്രീ ബർഫീസ് ഉണ്ട്. ഇതില്ലേ, മൈസൂർ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ കപ്പലണ്ടി മിഠായി, ചിക്കി, അതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. യെല്ലോ പേപ്പറിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ ഐറ്റംസ് ഇല്ലേ, ഓറഞ്ച് ബൈറ്റ്സ്, മാംഗോ ബൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓഫീസിൽ നിന്ന് ദീപാവലി ഹാമ്പറൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ? ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് കണ്ടോ, കാജു പിസ്സ, ഇതൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതുപോലത്തെ ഐറ്റംസുകളൊക്കെ ഇഷ്ടമാണ്. കുറച്ച് മിൽക്കിലുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. സ്ട്രോബെറി കാജു ബർഫി, മാക്സിമം കാജുവിലുള്ളതാണ് കേട്ടോ. കാജു എന്ന് പറയുന്നത് നമ്മുടെ കാഷ്യൂ ആണ്. ഇത് നോക്കിയാൽ മാംഗോ ഡിലക്സ്, ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിനകത്ത് മാംഗോയുടെ ഫില്ലിംഗ് ആണ്, കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. ഇത് ബാദുഷ, ഇത് നമുക്ക് മിക്ക സ്വീറ്റ് ഷോപ്പിൽ കാണാറുണ്ടല്ലോ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഇത് കണ്ടോ, മക്കൻ വട. മക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാണ്, ഇതിൽ പൊരിച്ചെടുക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. ഇത് നോക്ക്, ചന്ദ്രക്കല, വെറൈറ്റി സ്വീറ്റ് ആണല്ലേ. ഇത് നമ്മുടെ ജിലേബി. ഇത് സന്ദേശ്, ഇത് മാക്സിമം ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ ഫുൾ നമ്മുടെ ചംചം, ചമ്പക്കലിയുടെ ഒക്കെ വെറൈറ്റീസ്. അതായത് നമ്മുടെ രസഗുളിയില്ലേ, രസഗുളയുടെ ഒക്കെ പോലെ തന്നെ, പക്ഷെ ഒരു മലായി ടേസ്റ്റ് കൂടെ വരും. ഇത് മലായി സാൻഡ്വിച്ച്, ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ചമ്പക്കലി കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ സെയിം അതുപോലെ തന്നെ ആ ടേസ്റ്റ് തന്നെയാണ്. എല്ലാം കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നില്ലേ, ഏതെടുത്ത് തിന്നണ്ടേന്ന്. ഇതിന്റെ മേലെ തന്നെ നമുക്ക് മിനി ജാമുൻ കാണാൻ പറ്റും കേട്ടോ. മിനി ജാമുന് പേരുകളോട്ടോ, ഇതിന്റെ സൈസ് അത്യാവശ്യം വലുതാ. ഇത് നമ്മുടെ ആഗ്ര ഫേമസ് പേട്ട, ആഗ്ര ഫേമസ് സാധനമാണ്, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അത് കഴിക്കാൻ. ഡ്രൈ ജാമുൻ, ഇത് മാക്സിമം ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഇങ്ങോട്ട് കുറേ നമുക്ക് ലഡുയുടെ വെറൈറ്റീസ് കാണാൻ പറ്റും കേട്ടോ. ഇതിലെ ആട്ട ലഡു, ആട്ടയോണ്ടൊക്കെ ലഡു ഉണ്ടാക്കാൻ പറ്റൂലേ. ഇത് ബേസൻ ലഡു, ഇതില്ലേ നമ്മുടെ നാട്ടിലുള്ള യെല്ലോ ലഡു. ജോധ്പൂർ കേസർ ലഡു അല്ല കേട്ടോ, ഇത് കുറച്ച് റിച്ചാണ്. ഇത് മോട്ടിച്ചോർ ലഡു, ഇത് മാക്സിമം ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ഇരിക്കുന്നത് പേടയാണ്. ഇതിൻ്റെയൊക്കെ നീണ്ട വെറൈറ്റീസ് തന്നെയുണ്ട്. നിങ്ങൾക്ക് സ്വീറ്റ്സിൽ എന്ത് വേണം അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഞാൻ തീർന്നിട്ടില്ല കേട്ടോ. ഈ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് മിക്സഡ് ഫ്രൂട്ട് മലായി മട്ക. പിന്നെ ലിച്ചി കൊണ്ട് ഉണ്ടാക്കിയ എന്തോ ലിച്ചി റബ്ദി. എന്തായാലും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും ഈ മിക്സഡ് ഫ്രൂട്ട് മലായി മട്ക എന്തായാലും ഞാൻ വാങ്ങും കേട്ടോ. കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, കേസർ മലായി റോൾ,
ഓറഞ്ച് ബോഗ്, സ്ട്രോബെറി മലായി ചംചം. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സ്വീറ്റ് ലവേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് പോന്നേര്. ഈ ബാംഗ്ലൂർ വന്നിട്ട് സ്വീറ്റ്സ് വാങ്ങണമെന്നോ അല്ലെങ്കിൽ കഴിക്കണമെന്നോ തോന്നുകയാണെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇവർ മേലെ ഡൈനിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ഡൈനിങ് ചെയ്യണേക്കാളും മുമ്പ് ആദ്യം ഇവിടുത്തെ പേരുകളൊക്കെ ഒന്ന് നോക്കി പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇവിടെ നിന്ന് തന്നെ ഓർഡർ കൊടുത്തിട്ടാണ് പോയത്. ഈ പേരിലുള്ള സ്വീറ്റ് ഏതാന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. പിന്നെ സാൻഡിമോൾക്ക് രസഗുള മതി എന്നാ പറഞ്ഞത്. എന്റെ വൈറ്റും യെല്ലോ ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഫേമസ് വേറൊരു സംഭവമാണ് കേട്ടോ ഈ രസമലായി. എനിക്ക് തോന്നുന്നു കുറെ പേരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ മിൽക്കിന്റെ ക്രീം ഇല്ലേ, നമ്മുടെ പാൽപ്പാടയുടെ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അതിനകത്ത് ഇവർ പിസ്തയും ബദാമും ഒക്കെ ഇട്ടിട്ടുണ്ട്. അധികം മധുരവും ഇല്ല, എല്ലാവർക്കും ഇഷ്ടവും. ഇത്ര ഐറ്റംസ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഫേമസ് സ്നാക്കാണ് കേട്ടോ രാജ് കച്ചോരി. ഇതുപോലെ ഒരു വലിയ പുരി ഉണ്ടാവും, അതിനകത്തേക്ക് ദഹിയും പിന്നെ ചാട്ടിന്റെ എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്യും. എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. വേറെ നല്ല തൈരിന്റെ ടേസ്റ്റ് ആണ് എനിക്ക് കൂടുതൽ വന്നത്. ഈ കച്ചോരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെയാണ്. എനിക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള ചാട്ടാണ് കേട്ടോ ഇഷ്ടം. എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇതിനകത്ത് തൈര് വരെ ഒഴിക്കുന്നുണ്ടെന്ന്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ തൈര് ഒഴിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ച് സ്പൈസി ആയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു തന്നെ. അപ്പം നമ്മുടെ മലായി മട്ക വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ മിൽക്കിൻ്റെ ക്രീമിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫ്രഷ് ഫ്രൂട്ട്സും കൂടി വരുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആക്ച്വലി ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതും അതുപോലെ തന്നെ രസ്മലായും. പിന്നെ ജിബി ഒരു ലസ്സിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കേസർ ലസ്സി ആയിരുന്നു കേട്ടോ. ഇത് നല്ലതായിരുന്നു. കുട്ടി വൈറ്റ് രസഗുളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി യെല്ലോ രസഗുളയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചുള്ളൂ, നമുക്ക് വലിയ കാര്യമായിട്ട് മട്ടുമില്ല, നല്ല അടിപൊളിയാണ്. കേസർ രസഗുളി പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ വരുന്നു. സാൻഡിക്കുട്ടിയുടെ കേസർ രസഗുള വന്നിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ രണ്ട് സാധനം കേട്ടോ. ഒന്ന് ആ മട്ക, എവിടെ പോയത്, ഒന്ന് ഈ മട്ക, ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മുടെ രസമലായി, ഇത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.